ഫാമിലി ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത എനിക്ക് ഫാമിലി ലോൺ പഠിക്കുന്ന ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്. മാഡത്തിനകത്ത് പോയി പഠിക്കണം, അവർ തന്ന ജോലികൾ ചെയ്യണം. നമ്മുടെ ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കിട്ടാനുള്ള ഒന്ന് മാത്രമല്ല, നമുക്ക് പലതരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ബാധ്യതകൾ തീർക്കാൻ കൂടിയുള്ളതാണ് നമ്മുടെ ലൈഫ്. അതുകൊണ്ടാണ് നമ്മൾ പല സിറ്റുവേഷനിൽ പോയിട്ട് സ്റ്റക്കപ്പാകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പലപ്പോഴും കണ്ട് ഈ കഴിഞ്ഞ ദിവസം ഓറക്കിൽ ജോലിച്ചൊരു മലയാളിയാണ്. ഇദ്ദേഹം ദുബായ് ഓറക്കിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇദ്ദേഹം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയാണ്. ഇത് ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എല്ലാം ഉണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം മാത്രം കിട്ടുന്നില്ല. അപ്പോൾ ഈ എന്നോട് കമന്റ് ടൈം വലിയ ചോദിച്ച പ്രകാരമാണെങ്കിൽ ഇദ്ദേഹത്തിന് ഹോസ്പിറ്റൽ നോക്കിയിട്ട് എനിക്ക് ഇദ്ദേഹത്തിന് ഡയറക്ട്ലി അങ്ങോട്ടൊരു വേറൊരു ഓപ്ഷൻ കിട്ടാനുള്ള ആ സമയത്തേക്ക് ഇദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചു കൂടാനാണ് ഇയാൾ ചോദിക്കുന്നത്. ഈ ഓറത്തിൽ അത്രയും നാളെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ജോലി സ്ഥലത്ത് ആർക്കൊക്കെ മോശമായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടോ, മോശം നിങ്ങൾ ഭയങ്കരമായിട്ട് മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നോ, കൊളീഗ്സ് നിങ്ങൾ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നോ, 6 hours എന്ന് പറയുന്നത് എന്താ പറയുന്നത്, അതൊരു സാമൂഹികമായിട്ടുള്ള കടങ്ങളുടെ റെമഡീസ് ഇതിനാണ് എടുക്കുന്നത്. 6ാം ഭാവത്തിനാണ് എടുക്കുന്നത്. കാരണം 6ാം ഭാവം നോക്കിയിട്ടാണ് എവിടേക്കാണ് നിങ്ങൾക്ക് ഫാസ്റ്റ് ബസ്സിൽ കടന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ശരീരം കട്ടാകിയാലും അവിടെ ഫ്രസ്ട്രേഷൻ ആയിട്ട് കാര്യമാണ്. അവരെ സാമൂഹികമായിട്ടുള്ള മാത്രമേ നമുക്ക് വെളിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം നിനക്ക് അറിയാത്ത കാര്യം പറയാം, നമുക്ക് എല്ലാവർക്കും സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അങ്ങനെയാണ് ഡിവോഴ്സ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ കല്യാണം കഴിക്കുന്നത് ഡിവോഴ്സ് ആണോ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്? അല്ല, ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷെ ഡിവോഴ്സ് ആവുന്നു. എന്താണ് കാര്യമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ബന്ധനം തോന്നുന്നു, അതിന് റിലീസായി. അപ്പോൾ ഈ പറയുന്ന പയ്യന്റെ ഒരു ഭാഷ്യം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കല്യാണം സീരിയസ് ആയിട്ട് കാണണം, നമുക്ക് ജോലി സീരിയസ് ആയിട്ട് തോന്നും. അങ്ങനെയല്ല അസ്ട്രോളജി. അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജന്മത്തിലുള്ള ഓരോ ജന്മത്തിലേക്ക് യാത്ര ചെയ്യണം. നമുക്ക് സാൽവേഷൻ, എൻലൈറ്റൻമെന്റ്, മോക്ഷം കിട്ടാനായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പോടെ മാറ്റുന്ന ഒരു സാധനമാണ് ഈ അസ്ട്രോളജി എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ പോയിട്ട് പഠിക്കാനായിട്ടുള്ള നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനല്ല. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ആയി വരും. എക്സ്ട്രാ മാരിറ്റൽ യോഗ്യൻ ഫാസ്റ്റ് ലൈഫ് ബോഡിയാണ്. എക്സ്ട്രാ മാരിറ്റൽ വന്ന് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫർ ആകുന്നു. ഈ എക്സ്ട്രാ മാരിറ്റൽ വ്യക്തി നമുക്ക് ഫാസ്റ്റ് ലൈഫുമായിട്ട് വളരെ ട്രാൻസ്ഫർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അയാളുമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ചിലപ്പോൾ നല്ല ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും, വളരെ മോശം ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അപ്പോൾ ഈ കുട്ടി പറയുന്ന രീതിയാണെങ്കിൽ ഇത് നമ്മുടെ ലൈഫിൽ വരാൻ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അങ്ങനെയല്ല, സാമൂഹികമായിട്ടുള്ള എന്ത് നമ്മുടെ ലൈഫിൽ വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് 2 തവണയാണ് ഞാൻ താഴെ വിളിക്കുന്നത്. ഒരു തവണ ഞാനൊരു എസ്കേപ്പാണ്. കാരണം ഞാൻ ഇതുപോലെ അവിടെ ഫ്രണ്ടിൽ ഞാൻ വീടിന്റെ കുറച്ച് റോഡിലേക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഞാൻ തയ്യാറാണ്. വണ്ടി ഇത് നടക്കുന്ന എനിക്കറിയാം, പക്ഷെ അത് മാറ്റിവെക്കാൻ എനിക്ക് പറ്റത്തില്ല. ദൈവത്തിന്റെ ഡെസ്റ്റിനിയാണ്. ആ സമയത്ത് ഞാൻ ചെയ്യണം, ഞാൻ ഒരു ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് മോഡിലായിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു ഡെസ്റ്റിനിയാണ്. അത് അസ്ട്രോളജി വെച്ച് മാറ്റിവെക്കാൻ ഞാൻ ദൈവമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി ഈ കമ്മിറ്റിയുടെ പയ്യനോട് പറയാൻ വേണ്ടി പഠിക്കുമ്പോൾ അസ്ട്രോളജി നേരെ പോകുന്നു. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സൂപ്പർഫിഷ്യലായിട്ട് കഴിവുകളുണ്ടെങ്കിൽ സമയം വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നു. അല്ലാതെ വിടുന്നുണ്ട് ഓഫായ കളഞ്ഞു നിങ്ങൾ ആൾക്കാരെ പറ്റിക്കുകയാണ്. ഞാൻ നിന്നെ പഠിച്ചെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കഴിയുക. എന്നാലും നിങ്ങൾ എന്നെ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാമെങ്കിൽ എല്ലാ തരത്തിലുള്ള റൈറ്റ് വേണമെന്നില്ല. കൺസൾട്ടേഷൻ എവിടെയെങ്കിലും തെറ്റിപ്പോയാലും കാശ് റീഫണ്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അതെൻ്റെ അടുത്ത് വന്ന് പലർക്കും അറിയാവുന്നതാണ്. ഇവൻ ഫസ്റ്റ് ടൈം അങ്ങോട്ട് കൊണ്ട് മാറി ഒരു ഫീലിംഗ് എനിക്ക് വരികയാണ്. അവർ പറയുന്നതായിരിക്കും, ചിലപ്പോൾ ക്ലയന്റ് പറയുന്നതായിരിക്കും ഇത് തന്നെയാണ് ഫസ്റ്റ് ടൈം. പക്ഷെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കാശ് ഇഷ്ടം പോലെ അവസ്ഥയുണ്ട്. കാരണം എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവൻ ഹോറോസ്കോപ്പിലെ പ്രൊഡിക്ഷൻ തെറ്റാണ്, അത് ജസ്റ്റിഫൈ ചെയ്തില്ലെങ്കിൽ ഞാൻ കാശ് തിരിച്ചു കൊടുക്കുന്ന ആളാണ്. ഞാൻ കാശ് കൊടുക്കുന്ന ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിക്ക് ജൂപ്പിറ്റർ പ്രോജക്റ്റിലേക്ക് പോകുമ്പോൾ ജോലി വരും. എന്ത് ജോലി വരുമെന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ എന്നാൽ ജൂപ്പിറ്റർ പ്രോജക്റ്റിലേക്ക് പോകുമ്പോൾ ജോലി വരും. ജൂപ്പിറ്റർ പ്രോജക്റ്റിലേക്ക് ജോലി വരാൻ വേണ്ടി അതിന് ജൂപ്പിറ്റർ ജോലി വരും. ഉടനെ
അപ്പോഴേ ഈ കുട്ടി കൊണ്ട് പറയണം, നീ ആൾക്കാരെ പറ്റിച്ചാണ് കാശുണ്ടാക്കുന്നത്, നീ ആൾക്കാരെ പറ്റിച്ചാണ് ജീവിതം നയിക്കുന്നത്. സംഭവം ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. അസ്ട്രോളജി എൻ്റെ ഒരു സൈഡ് റിലേറ്റഡ് മാത്രമാണ്. ഞാൻ അപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് ഒരു പ്രൊഡിക്ഷൻ തെറ്റിപ്പോയ ഉടനെ പറയുന്നത് അസ്ട്രോളജി ആൾക്കാരെ പറ്റിച്ചാൽ ജീവിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ അസ്ട്രോളജിനെ കുറിച്ച് കരുതിയിരിക്കുന്നത്. അങ്ങനെ പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ പ്രത്യേകം മനസ്സിലുണ്ട്, ഏത് രീതിയിലെങ്കിലും എന്തെങ്കിലും പോയിട്ട് വന്നാലും ഞാൻ പൈസ തിരിച്ചറിഞ്ഞ് വെക്കണം. കാരണം അങ്ങനെ ഒരു പൈസ എൻ്റെ ലൈഫിൽ വളർന്ന് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ എനിക്ക് ഒത്തിരി മാത്രം എക്സ്പെൻസ് ഉള്ള വ്യക്തിയൊന്നുമല്ല. എനിക്ക് ആവശ്യത്തിന് എൻ്റെ കഴിയുകയും എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആൾക്കാരെ പറ്റുന്ന ഒരു സോളിഡറിക്കായിട്ടുള്ള സംസാരമാണ്. ആ പെൺകുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ആൾക്കാരെ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഈ പെൺകുട്ടി 1800 റുപ്പീസാണ് എൻ്റെ കയ്യിൽ ലൈഫ് വാങ്ങിക്കുന്നത്. അത് അപ്പം തന്നെ എൻ്റെ തിരിച്ചു കൊടുക്കുന്നതാണ്. ഞങ്ങൾ നേരെ ഒരു കൺസൾട്ടേഷൻ ആകുമ്പോൾ ചിലപ്പോൾ പ്രൊഡിക്ഷൻ എന്തെങ്കിലും പൈസ വരാം. നോർമൽ നമ്മൾ അങ്ങനെ സൂപ്പർ ഹ്യൂമൻ ബീങ്സ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് റീഫണ്ട് കഴിഞ്ഞു പറയുന്നത്. പിന്നെ കൺസൾട്ടേഷൻ വരുന്ന ആൾക്കാർക്ക് പറയാമോ പ്രൊഡിക്ഷൻ തന്നെ പറയാം, അപ്പം തന്നെ റീഫണ്ട് തരാമെന്ന് പറഞ്ഞാൽ കൺസൾട്ടേഷൻ കിട്ടും. നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോഴത്തേക്ക് നാച്ചുറലി ഈ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാനും അതിൻ്റെ ലൈഫിൽ സപ്പോർട്ട് ആവാനും അതിൻ്റെ ലൈഫിൽ മാക്സിമം ഹാപ്പിനെസ് കൂട്ടി കൊടുക്കാനും അതിൻ്റെ ലൈഫിൽ എവിടേക്കാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടാണ് കൺസൾട്ടേഷൻ എടുക്കുന്നത്. അല്ലാതെ അയാൾ ഇതിൻ്റെ 1500 വേണം എനിക്കൊരു ബംഗ്ലാവ് കെട്ടിപ്പോക്കാനായിട്ട് അങ്ങനെ ഇൻജക്ഷനോടുകൂടി അല്ല ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ പണ്ടത്തെ അസ്ട്രോളജേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോഴത്തെ അസ്ട്രോളജേഴ്സൊന്നും അങ്ങനെ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരൊന്നുമില്ല. പണ്ടത്തെ ആൾക്കാർ ദാരിദ്ര്യം പിടിച്ച നല്ലതാണ്. അങ്ങനെ പട്ടിണി കഴിവൊക്കെ ചില അസ്ട്രോളജേഴ്സിനെ കുറിച്ച് ചില ധാരണ നിങ്ങൾ കൺസൾട്ടേഷൻ വന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടേഷൻ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് ഡിഗ്രി ഇല്ല, ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇല്ല. BAL LLB എടുത്ത് ITA സർട്ടിഫിക്കേഷൻ ഉള്ള ആളാണ്. എന്നിട്ട് നിങ്ങളുടെ ഒരു 1500 പ്രത്യേകിച്ച് ലൈസൻസ് ചെയ്യാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള സമയത്ത് ദയവായിട്ട് ഇടാതിരിക്കുക. ഞാൻ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ചതിച്ചു എന്ന് ചോദിച്ചാൽ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഏത് രീതിയിലാണ് ചതിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്നോട് പറയാം. അത്രയും എവിടെയെങ്കിലും പോയി ബാങ്ക് ചെയ്ത് വിടുന്നതിന് എന്നോട് വന്ന് പറയാതെ ബാങ്ക് വിളിക്കാൻ സത്യമായിട്ട് ഞാൻ ഡീൽ ചെയ്തത് എനിക്ക് ബാധിക്കാനായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബാങ്കിൽ പോയി പക്ഷേ എവിടെയാണ് എപ്പോഴാണ് നിങ്ങൾ ബാങ്കിൽ വന്നത് എന്ന് എന്നോട് പറയാതെ എഴുതിയിട്ടാൽ ഞാൻ എല്ലാത്തിനും രീതിയിൽ നേരിടുന്നു. കഴിഞ്ഞ തവണ ഒരു മനുഷ്യൻ അനാവശ്യമായിട്ട് പറഞ്ഞത് എനിക്ക് ജസ്റ്റ് ഫോണിൽ നിന്ന് വേണ്ടതൊന്നും അയാളുടെ ആ ഫേസ് ഐ ഡി അയാളുടെ ഫോൺ നമ്പറിലോട്ട് വിളിക്കാനായിട്ട്. അപ്പോൾ ലീഗലി നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് അത് എൻ്റെ കയ്യിൽ മോശം ബിഹേവിയർ അത് നിങ്ങൾ എന്നോട് പറയുക ഏത് രീതിയിലാണ് ബിഹേവിയർ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അതേ രീതി ബിഹേവിയർ നിങ്ങളുടെ അവകാശമാണ്. പക്ഷെ ആവശ്യമില്ലാതെ ഇരുന്ന് ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ റിപ്പർക്കഷൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതും വലുതായിരിക്കുന്നതാണ്. നമ്മളൊരു യൂട്യൂബ് ചാനൽ റൺ ചെയ്ത് പറയുന്നത് ആൾക്കാർക്ക് തോന്നിയത് രീതിയിലാണ് നല്ല യൂട്യൂബ് ചാനൽ. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഞാൻ പലരെയും ഈ ചാനൽ യൂട്യൂബിൽ കൊണ്ടുവരുന്നത് അവർക്ക് എല്ലാവർക്കും ഒന്നും കഴിയുന്നതല്ല. അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതെന്നാണ് അവർ വരുന്നത്. ഞാൻ അവരെ ചില ആൾക്കാർ നമ്മൾ ചോദിച്ചാൽ മൈൻഡ് ചെയ്തില്ല. ചില അസ്ട്രോളജേഴ്സ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന എല്ലാവർക്കും ഒന്നുമില്ല, പലർക്കും കാശ് കൊടുത്താണ് കൊണ്ടുവരുന്നത്. അത് എൻ്റെ വീഡിയോസിന് എന്തെങ്കിലും ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യണം, എനിക്ക് ഞാൻ പഠിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം. അതുകൊണ്ട് ദയവായിട്ട് മെയിലത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഫേക്ക് ഐഡിയിലായിട്ട് ഞാൻ കണ്ടുപിടിക്കും, അതിൽ ഒരു എക്സ്ക്യൂസ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത കമന്റ് ചോദിച്ചിട്ടുണ്ട്, ശാസ്ത്രം ദോഷയ്ക്ക് ക്ഷേമദ്രമ ദോഷമില്ല, ഗജകേന്ദ്ര യോഗമുള്ളപ്പോൾ ക്ഷേമദ്രമ ദോഷമില്ല. അങ്ങനെയാണ് ഗജകേന്ദ്ര കുടുംബം കന്നി പൂർവ്വ ശുദ്ധദശയിൽ കുടുംബം ഇല്ല, ഗജകേന്ദ്ര യോഗമുള്ളവർക്ക് ക്ഷേമദ്രമമില്ല. അപ്പോ ഈ കമന്റിക്കാണ് ഞാൻ പറഞ്ഞ കാര്യം ഒന്നും ശ്രമിച്ചു കേട്ടതേയില്ല. ഫസ്റ്റപ്പോൾ ആശ്രാം പോസ്റ്റ് സൂര്യന്റെ മഹാദശയിൽ ശുക്രന്റെ അന്തർദശയിൽ ഉണ്ടായെന്നാണ് ഞാൻ പറഞ്ഞത്. കന്നിക്കൂറിൽ അതായത് വൃഗരാശിയിൽ ചിത്രഫൽഗുനി ഹസ്തചിത്രം ചിത്രം ഹസ്തം ചിത്ര ഈ